ഈ കംഫർട്ട് സോണുകളെല്ലാം വിട്ട് കർത്താവിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഈ ദൈവപരിപാലനയിൽ ആശ്രയിക്കുക എന്ന് പറയുന്ന മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നതെല്ലാം നമുക്ക് ലിറ്ററലി നമുക്ക് അനുഭവിക്കാൻ കിട്ടുന്ന ഏറ്റവും നല്ല സമയങ്ങളാണ് ഈ ഒരു മിഷൻ എന്ന് പറയാൻ നമുക്ക് പറ്റും. ഞങ്ങൾ പോകുന്ന സമയങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ ഒമിക്രോണിൻ്റെ സമയമായിരുന്നു. അപ്പോൾ ഈ ചെറിയ പിള്ളേരായിട്ട് പോകുന്നതുകൊണ്ട് കുറേ പേര് നമ്മളുടെ അടുത്ത് ഇങ്ങനെ എതിർത്ത് സംസാരിച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ആഫ്രിക്കയിലേക്ക് പോകുമ്പോൾ അതൊരു ദരിദ്ര രാജ്യമാണ്. അപ്പോൾ അവർ പറയും നിങ്ങൾക്ക് പുറത്തേക്ക് ഇങ്ങനെ കറങ്ങാനും ഇതിനൊക്കെ പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നല്ല പ്ലേസ് ഉണ്ടല്ലോ, ഇതിനെ നമുക്ക് ഒരുമിച്ച് താമസിക്കാം. അപ്പം ഇവൾക്ക് ആകെ ഒരു കൺസേൺ എനിക്ക് കിട്ടുന്ന സാലറി ആയിരുന്നു. ഞാൻ പറഞ്ഞു നമുക്ക് എങ്ങനെയും കർത്താവ് നമ്മൾ വഴി നടത്തും. ഒരു അവക്കാഡോ അവിടുത്തെ മെയിൻ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അത് തിന്നുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോഴേക്കും ഒരു ആൻറ്റി വന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് അവക്കാഡോ കൊണ്ടുവരിക. ഞങ്ങൾക്ക് ഈ അവക്കാഡോടെ ഒപ്പം ഷേക്ക് അടിച്ച് കുടിക്കാൻ പാല് വേണമെന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഒരു അങ്കിള് വന്നിട്ട് നിങ്ങൾക്ക് എന്നും പാല് തരണ്ടേ. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ദൈവാനുഗ്രഹം. ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും കൈകൊണ്ട് സ്പർശിച്ചുമായ വചനം ഇത് നമുക്ക് അനുഭവിക്കാൻ കിട്ടിയ ഏറ്റവും നല്ല അവസരം മിഷനായിരുന്നു. വാരിയേഴ്സ് ഓഫ് ഫെയ്ത്ത് എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മൾ അനുഭവിച്ചറിഞ്ഞ ഈശോയെ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനുള്ള വലിയൊരു തീക്ഷ്ണമായ ആഗ്രഹവുമായി ഓടി നടക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇത്തരത്തിലുള്ള തീക്ഷ്ണതയിൽ മിഷൻ മേഖലകളിലേക്ക് കടന്നു ചെല്ലുന്ന കുടുംബങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമാണ് വാരിയേഴ്സ് ഓഫ് ഫെയ്ത്ത് എന്നത്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് തൃശ്ശൂർ രൂപതയിലെ പെരുവല്ലൂരിലുള്ള ബാജുവിൻ്റെയും ഡീനയുടെയും ഇത്തരത്തിലുള്ള മിഷൻ അനുഭവങ്ങളുമായിട്ടാണ്. നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ അവരെ വെൽക്കം ചെയ്യാം. ആദ്യം ഇപ്പം ബാജുവും ഡീനയും കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്തി, എത്ര മക്കളുണ്ട്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. എൻ്റെ പേര് ബാജു മുട്ടത്ത്. ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുന്നു. വൈഫ് ഡീന. ഞങ്ങൾക്ക് 5 മക്കൾ. ഫസ്റ്റ് ബെനീറ്റ, രണ്ടാമത്തെ ബ്ലസിറ്റ, മൂന്നാമത്തെ ബെനഡിക്റ്റ, 4-മത്തത് ബ്ലസ് ജോസഫ്, 5-മത്തത് ഇപ്പോൾ 2 വർഷം മുമ്പ് ഞങ്ങൾക്ക് ഉണ്ടായത് ബെനറ്റ് ആൻ്റണി. ഓക്കെ, ആ ബിയിൽ പിടിച്ച് തന്നെ അങ്ങ് പോകുന്നു. ഓക്കെ, ഈ ഒരു മിഷൻ അനുഭവം അല്ലെങ്കിൽ മിഷനോടൊരു ആഭിമുഖ്യം, മിഷൻ മേഖലയിലേക്ക് പോയി കടന്നു ചെന്ന് ഈശോയെ കൊടുക്കണം എന്നൊക്കെയുള്ള ആ ഒരു താല്പര്യം തുടങ്ങിയത് എങ്ങനെയാണ്? ഞാൻ 2000 ഡിസംബറിൽ ഒരു ജീസസ് യൂത്തിൻ്റെ ഒരു കോൺഫറൻസാണ് ഞാൻ എൻ്റെ ഒരു ദൈവാനുഭവത്തിലേക്ക് നയിച്ച എൻ്റെ ആദ്യത്തെ ഒരു വഴി. അതിലൂടെ ഞാൻ ജീസസ് യൂത്തിലൂടെ കടന്നു വന്നു. ഒരു 2002 ആകുമ്പോഴേക്കും ജീസസ് യൂത്തിൻ്റെ പല പ്രോഗ്രാമുകളും പ്രത്യേകിച്ച് മിഷൻ മീറ്റിങ്ങുകളിലെല്ലാം ഞാൻ സജീവ സാന്നിധ്യമായിട്ട് മാറി. അങ്ങനെ ആദ്യമായിട്ട് ഹൈദരാബാദിൽ ഒരു 10 ദിവസത്തെ ജീസസ് യൂത്തിൻ്റെ ഒരു മിഷൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയിരുന്നത്. അതിലൂടെ കിട്ടിയ കുറേ ദൈവാനുഭവങ്ങൾ തിരിച്ചു വന്നപ്പോൾ എനിക്ക് മിഷൻ എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറണമെന്നുള്ള വലിയൊരു ആഗ്രഹവും ആവേശമായിട്ട് മാറിയിരുന്നു. ഒരു 6 മാസത്തിന് ശേഷം ഈ പറഞ്ഞു പോയ ആന്ധ്രയിൽ തന്നെ ഞാൻ അവിടെ ഒരു 6 മന്തിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് ജീസസ് യൂത്തിൻ്റെ ഒരു കമ്മിറ്റ്മെൻ്റ് എടുത്ത് ഞാനൊരു നാഷണൽ കരിസ്മാറ്റിക് കൺവെൻഷൻ്റെ ഒരു വോളണ്ടിയറിലായിട്ട് ഞാനൊരു ജീസസ് യൂത്തിൻ്റെ ഒരു 6 മന്ത് കമ്മിറ്റ്മെൻ്റ് എടുത്ത് പോകുമായിരുന്നു തൃശ്ശൂർ സോണിൻ്റെ ഭാഗമായിട്ട്. ആ 6 മാസം ഉണ്ടായ കുറേ ദൈവാനുഭവങ്ങളാണ് ജീവിതത്തിൻ്റെ കുറേ മാറ്റങ്ങൾക്ക് എന്നെ സ്വാധീനിച്ചു. കർത്താവിൻ്റെ ഒരു വലിയ അഭിഷേകവും പ്രവർത്തനമൊക്കെ ആ 6 മന്ത് കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് കുടുംബത്തെ ഇതുപോലെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഈ കുടുംബത്തെ കൂടി ഈ ഒരു മിഷൻ തീക്ഷ്ണതയിലെ കൂടെ കൂട്ടണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടായത് എങ്ങനെയാണ്? ഞാൻ ഈ 2003 ഈ പറഞ്ഞ എൻ്റെ മിഷൻ കഴിഞ്ഞ് ഞാൻ നേരെ ദുബായിലേക്കാണ് പോയത്. അവിടെ നിന്ന് ഞാൻ ഇതേപോലെ പല ഏരിയകളിലേക്കെല്ലാം കർത്താവ് എന്നെ ഉപയോഗപ്പെടുത്താൻ തുടങ്ങി. പ്രത്യേകിച്ച് അലൈൻ പോലെയുള്ള സ്ഥലങ്ങളിൽ ജീസസ് യൂത്തും മിഷനും ഒക്കെ ആയിട്ട് ഞാൻ നടക്കുകയായിരുന്നു. അവിടെയൊക്കെ ജോലിയുടെ ഭാഗമായിട്ടായിരുന്നു പോകുന്നുണ്ടെങ്കിലും കുറേയൊക്കെ ജീവിതത്തിൽ ഈ ഒരു മിഷനിൽ നിന്ന് കിട്ടിയ ആവേശവും തീഷ്ണതയെല്ലാം എൻ്റെ ആയിരിക്കുന്ന പ്രദേശത്ത് ഈശോയെ കൊടുക്കുവാനും ഈശോയെ പങ്കുവെച്ചു കൊടുക്കാനൊക്കെ എൻ്റെ ജീവിതത്തിൽ സാധിച്ചു. 2008 സമയത്താണ് ഞാനൊരു ജീവിതത്തിൻ്റെ വിവാഹത്തിൻ്റെ പ്രവേശിക്കുന്നത്. അന്ന് മുതൽ എൻ്റെ ഒരു പ്രാർത്ഥനയായിരുന്നു കുടുംബമായിട്ട് ശുശ്രൂഷ ചെയ്യണം, അതിനു പറ്റിയ ഒരാളെ വേണം എന്നൊക്കെ പറഞ്ഞ് കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നതുണ്ടായിരുന്നത്. 2008 മുതൽ ജീസസ് യൂത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഡീന വരികയും ഡീനോട് കൂടെ ഫാമിലി സ്ട്രീമിൽ ബന്ധപ്പെട്ടിട്ട് പല മിഷൻ മീറ്റിങ്ങുകളും പ്രത്യേകിച്ച് ഞങ്ങളൊരു നാഷണൽ ലെവലിൽ ഫാമിലി മിഷൻ്റെ ഒരു ഭാഗമായിട്ട് മാറി. അവിടുന്ന് മുതൽ ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷകൾ ചെയ്യുന്നു, ഒരുമിച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ പോകുന്നു. കിട്ടുന്ന അവസരങ്ങളെല്ലാം ഒരുമിച്ച് പോകുന്ന സമയങ്ങളെല്ലാം കർത്താവിന് വേണ്ടി അല്ലെങ്കിൽ കർത്താവിനോട് കൂടെ യാത്ര ചെയ്യുന്ന സമയങ്ങളായി. ഒരു മിഷൻ്റെ ആഗ്രഹം 2015 മുതൽ കുടുംബമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഈ കൊച്ചുങ്ങൾ ഇങ്ങനെ വരുന്നു. ഇതിൻ്റെ ഒരു സമയം ഞങ്ങൾക്ക് 2022 കർത്താവ് ഞങ്ങൾ അനുഭവിച്ചത് ഈ ഒരു ഉഗാണ്ട മിഷനിലേക്ക്. ഓക്കെ ഓക്കെ ഓക്കെ
അപ്പോൾ ഇതിപ്പം രാജ്യം വിട്ടു പോവുകയാണ്, അല്ലെങ്കിൽ രാജ്യം വിട്ട് നമ്മൾ ഈ കൊച്ചുകുട്ടികളുമായിട്ട് നമ്മൾ പോകുന്നു. ശരിക്കും നമ്മൾ രാജ്യം വിട്ട് വേറൊരു രാജ്യത്തിലേക്ക് പോവുകയാണ്. നമുക്ക് മുൻ പരിചയങ്ങളൊന്നുമില്ല അവിടെ. ഭാഷ, കാലാവസ്ഥ, ജീവിത സാഹചര്യങ്ങൾ, ഭക്ഷണം, ഇതൊക്കെ എന്താവും. 4 മക്കളുമായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം ശരിക്കും ഡീനയുടെ ഒക്കെ ഒരു മനസ്സിൽ ആ സമയത്ത് ടെൻഷനായിരുന്നു. എങ്ങനെയാണ് ആ സമയത്ത് തീരുമാനം എടുത്തത്? പോകുന്ന സമയങ്ങളിൽ ഞങ്ങൾക്ക് വളരെയധികം ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. ശരിക്കും നമ്മൾ അന്ന് ഒമിക്രോണിൻ്റെ ഒരു ഇതായിരുന്നു, കൊറോണ, അങ്ങനെ പല സാഹചര്യങ്ങളും കടന്നു പോകുമായിരുന്നു. പിന്നെ മക്കളുടെ എക്സാമിൻ്റെ സമയങ്ങളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ശരിക്കും നമ്മൾ അതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യം ദൈവം വഴി നടത്തുന്നുള്ള ഒരു ഉൾവിളി ശരിക്കും ഞങ്ങൾക്ക് ലഭിച്ചു. ശരിക്കും എന്നും ഞങ്ങൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ ആ വിശുദ്ധ കുർബാനയിൽ നിന്ന് ലഭിച്ച ശക്തിയും കൂടി ഇതിന് ഞങ്ങൾക്ക് സഹായിച്ചു. പക്ഷെ എങ്കിലും ഇവരുടെ അവിടെ പോയിട്ടുള്ള താമസവും അവിടുത്തെ സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു? നമ്മളിപ്പം കുട്ടികൾ അവിടുത്തെ കാലാവസ്ഥയായിട്ട് പെട്ടെന്ന് ഇണങ്ങി ചേർന്നോ? അവിടെ നമ്മൾ കണ്ടുമുട്ടുന്ന മറ്റുള്ള ആളുകൾ, അവരൊക്കെ ആയിട്ട് യോജിച്ച് പോകാനൊക്കെ എങ്ങനെ പറ്റി? സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫ്ലൈറ്റിൽ കയറിയപ്പോൾ എല്ലാവരും ഫ്ലൈറ്റിൽ ആഫ്രിക്കൻസ് ആയിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ പിള്ളേർക്ക് എല്ലാവർക്കും കുറച്ച് ടെൻഷനായി. നമ്മൾ കാണാത്ത കുറച്ച് ആളുകളാണല്ലോ, ടെൻഷനായി. പക്ഷേ അവിടെ എത്തിയ ശേഷം ശരിക്കും അവരായിട്ട് ശരിക്കും മിങ്കിൾ ചെയ്യായിരുന്നു. അവർക്ക് ഭയങ്കര എല്ലാവരും നല്ല കമ്പനി ആവുന്നവരും, അവരെ പെരുമാറ്റം തന്നെ അവർക്ക് കാണുന്ന പോലെയല്ല എന്നുള്ള ഒരു ഇത് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇപ്പം ബാജുവിനെ എങ്ങനെയായിരുന്നു അവിടെ ചെന്നപ്പോൾ? നമ്മളിപ്പം പല അവിടുത്തെ സിസ്റ്റേഴ്സായിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നതും, അതുപോലെ തന്നെ എന്തൊക്കെ രീതിയിലാണ് നമ്മൾ അവരുടെ അടുത്ത് ഇടപഴകുന്നത്? അവർക്കത് എത്രത്തോളം ഒരു സന്തോഷവും ഒരു വിശ്വാസമൊക്കെ കൊടുത്തിട്ടുണ്ടാവും? ഞങ്ങൾ ഉഗാണ്ടയിലെ ഫോർട്ട് പോർട്ടൽ എന്ന് പറഞ്ഞ ഒരു ഇടവകയിലാണ്, ഒരു കത്തീഡ്രൽ ഇടവകയിലാണ് ഞങ്ങളെ പ്ലേസ് ചെയ്തത്. അവിടെയാണ് ഞങ്ങൾ ജീസസ് യൂത്തിൻ്റെ മിഷൻ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യത്തെ 2 ദിവസം ഞാൻ വിചാരിച്ചാൽ ഞാൻ ആന്ധ്രയിലൊക്കെ പോയ പോലെ എനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ എനിക്ക് മനസ്സിലായി ഇതൊരു ദൈവത്തിൻ്റെ കൃപ ശരിക്കും ഇറങ്ങണമെന്നും അതിനുവേണ്ടി ശരിക്കും ഞാൻ തന്നെ എൻ്റെ ജീവിതത്തിനെ ഒന്ന് എളിമപ്പെടുത്തണമെന്നൊക്കെ ഞങ്ങൾക്കറിഞ്ഞ 15 വർഷം അല്ലെങ്കിൽ 20 വർഷത്തൊക്കെ എൻ്റെ ഒരു ജൈവ എക്സ്പീരിയൻസും അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പോഷറൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു പക്ഷേ ഇതിന് ഗുണം ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഞാൻ എൻ്റെ ഒരു മുൻധാരണ ഉണ്ടായിരുന്നു. പക്ഷേ ജീവിതത്തിൽ ഈ കർത്താവിനോട് ഞാൻ പറഞ്ഞു, ഒരു 2-3 ദിവസമൊക്കെ എനിക്ക് മനസ്സിലായി ഇവിടെ ഒന്നും ഞാൻ എൻ്റെ കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കൊണ്ടോ ഒന്നും ഇവിടെ വർക്കൗട്ട് ആവില്ല. ഈശോ, ഞാൻ നിന്നിൽ ശരണം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ശരിക്കും നമ്മൾ ലിറ്ററലി ഞാൻ കരഞ്ഞു പോകുമായിരുന്നു. ഒരു 3 ഡേയ്സ് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾക്കൊരു അവിടുത്തെ ബിഷപ്പ് റോബർട്ട് ഫാദറിൻ്റെയൊക്കെ ബ്ലെസ്സിങ് കിട്ടി. അവിടുന്ന് മുതൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും അടുക്കും ചിട്ടയായിട്ട് കർത്താവ് തന്നെ ക്രമീകരിക്കുന്ന മിഷനായിരുന്നു. ഞങ്ങൾ പോകുന്ന വഴികളിലെല്ലാം ദൈവത്തിൻ്റെ ഒരുപാട് ദൈവാനുഭവങ്ങൾ ഞങ്ങൾക്ക് കാണാൻ കഴിയുമായിരുന്നു. പോകുന്ന ഓരോ ചെറിയ വീടുകളിൽ പോലും അല്ലെങ്കിൽ വില്ലേജുകളിലെല്ലാം ഞങ്ങൾ പോകുന്ന വീടുകളിലെല്ലാം ഈ ഒമിക്രോണും ബന്ധപ്പെട്ടിട്ടും മലേറിയ ബന്ധപ്പെട്ടും HIV ബന്ധപ്പെട്ടൊക്കെ ഒത്തിരി ആളുകളെ ഞങ്ങൾ കാണുന്നുണ്ടെങ്കിലും അവരോടൊക്കെ ഞങ്ങൾ വളരെ കൂളായിട്ട് ഈശോ നൽകിയൊരു ധൈര്യമുണ്ടല്ലോ, ആ ധൈര്യത്തോട് കൂടിയിട്ട് കർത്താവ് നിങ്ങളുടെ നാഥനും രക്ഷകനുമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടും എന്നൊക്കെ പറയാൻ സാധിക്കുന്ന രീതിയിൽ വളരെ സ്നേഹത്തോടെ അതിനോട് കൂടെ തീഷ്ണതയോടും കൂടി പറയുന്നു. പക്ഷെ അവരൊക്കെ നമ്മളെ കാണുമ്പോൾ അതിശയിക്കുകയാണ്. ഒരു കുടുംബമായിട്ട് വേറൊരു കൺട്രിയിൽ അല്ലെങ്കിൽ വേറൊരു പ്രദേശത്ത് നമ്മളിങ്ങനെ കുടുംബമായിട്ട് ഇങ്ങനെ ഒരു കുടുംബത്തിൻ്റെ കൺസെപ്റ്റ് ഇല്ലാത്ത കുറേ കുടുംബങ്ങളെ നമ്മൾ കണ്ടു. അവർക്കൊരു ഒരു മാരേജ് കൺസെപ്റ്റ് ഒന്നും ഇല്ലാത്ത കുടുംബങ്ങളാണ് നമ്മൾ പോകുന്ന വഴികളിലൊക്കെ. ചിലപ്പോൾ ഒരു കുടുംബത്തിൽ നമ്മൾ പോകുമ്പോൾ മക്കൾ കുറേ ഉണ്ടാവും, പക്ഷേ ഏതാണ് അവരുടെ അപ്പച്ചൻ അല്ലെങ്കിൽ ഏതാണ് അവരുടെ അമ്മ എന്ന് പറയാൻ തക്ക വിധത്തിലാണ് കുടുംബങ്ങളുടെയൊക്കെ ഒരു കാഴ്ചപ്പാട് കണ്ടത്. നമ്മൾ ഒരു കുടുംബത്തിൽ തന്നെ 4 പേര് ഒരേപോലെ പോകുന്നത് കാണുമ്പോൾ തന്നെ അത് തന്നെ മതി അവരുടെ ജീവിതത്തിൽ ഒരു ദൈവാനുഭവം കർത്താവ് കൊടുക്കാൻ. ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഫാമിലി കൺസെപ്റ്റിൻ്റെ ഒരു വാല്യൂസ്, ഇതൊക്കെ അവർക്ക് നമ്മളായിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മ പ്രത്യേക ക്രമീകരിക്കുകയായിരുന്നു. ഓരോ കുടുംബങ്ങളിൽ ചെല്ലുമ്പോഴും നമ്മൾ എന്തൊക്കെ കേട്ട് മറന്ന ഓരോ ദൈവജനം നമുക്ക് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തും. ഓരോ കുടുംബങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെയൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം അവർ ലിറ്ററലി കരയുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ നമുക്ക് ഈശോ പറയുന്ന പല മാർക്കോസ് 16-ാം അധ്യായം 17-18 പറയുന്നില്ലേ, നിങ്ങൾ എന്ത് കഴിച്ചാലും നിങ്ങളത് ഉപദ്രവിക്കില്ല, സർപ്രദർശനം നിങ്ങളെ ഏൽക്കില്ല. നമ്മൾ പോകുന്ന വഴികളിലെല്ലാം നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഈ വചനത്തിൻ്റെയൊക്കെ വ്യാപ്തി നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ഇത്തരം നമ്മൾ ഈ കംഫർട്ട് സോണുകളെല്ലാം വിട്ട് കർത്താവിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഈ ദൈവരുവാനിൽ ആശ്രയിക്കുക എന്ന് പറയുന്ന മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നതെല്ലാം നമുക്ക് ലിറ്ററലി നമുക്ക് അനുഭവിക്കാൻ കിട്ടുന്ന ഏറ്റവും നല്ല സമയങ്ങളാണ് ഈ ഒരു മിഷൻ എന്ന് പറയാൻ നമുക്ക് പറ്റും. ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന് നമ്മളിങ്ങനെ പലപ്പോഴും പറയുമ്പോഴും
ഇത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വലിയൊരു ആഗ്രഹമായിട്ട്, എനിക്കത് ചെയ്യാതിരിക്കുമ്പോൾ അസ്വസ്ഥത ഉണ്ടാകുന്ന പോലെയുള്ളൊരു ആഗ്രഹമായിട്ട് പലർക്കും കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ബാജുവൊക്കെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ആ ഒരു ഫീലാണ് നമുക്ക് ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു തീക്ഷ്ണത ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈശോയെക്കുറിച്ച് മറ്റുള്ളവരോട്, അറിയാത്തവരോട് അല്ലെങ്കിൽ ദുഃഖിച്ചിരിക്കുന്നവരോട് ഒക്കെ പറയണം, വിദേശത്ത് വരെ പോയി പറയണം എന്നൊക്കെയുള്ള ആ ഒരു തീക്ഷ്ണത എങ്ങനെയാണ് തോന്നുന്നത്? തുടക്കം മുതലേ നമുക്ക് ജീസസ് യൂത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു മിഷൻ്റെ പ്രദേശങ്ങളിലൂടെ എല്ലാം കടന്നു പോയപ്പോൾ നമുക്ക് കെട്ടിയ ഒരു വലിയ ചിന്തയായിരുന്നു, സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ എനിക്ക് ആ കഷ്ടമെന്നാണ് പൗലോസിലേക്ക് പറയുന്നത്. അപ്പം എന്നെ കഷ്ടപ്പെടുത്താതിരിക്കാൻ, എൻ്റെ ജീവിതത്തെ ദുരിതത്തിലാകാതിരിക്കാൻ ഞാൻ തന്നെ ഒരു മിഷനറി ആവണം, അല്ലെങ്കിൽ ഞാൻ തന്നെ സുവിശേഷ പ്രഘോഷകനാകണമെന്ന് എൻ്റെ ജീവിതം കൊണ്ട് ഞാനത് തിരിച്ചറിഞ്ഞു. അപ്പോൾ ഇത് നമ്മുടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ പ്രവർത്തനമാണ്. ഇത് നമ്മുടെ ഇടയിൽ നമ്മളായിട്ട് ഇതിൻ്റെ ഒന്നും ചെയ്യുന്നില്ല, നമ്മളൊന്നും നിന്നു കൊടുക്കുന്നേ ഉള്ളൂ. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ നിലനിൽക്കും തോറും അത് ഓവർഫ്ലോവഡായിട്ട് ഓട്ടോമാറ്റിക്കലി അത് മറ്റുള്ളവരിലേക്ക് എത്തുന്നതാണ്. അത് നമുക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഈ കാണുന്ന വിശുദ്ധ കുർബാനയിലും നമ്മൾ ചെല്ലുന്ന ഓരോ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നതും വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്നത് ഈശോയുമായിട്ടൊരു താരതമ്യപ്പെടുന്ന അവസ്ഥകളിലേക്കാണ്. ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നിറയും തോറും അത് മറ്റുള്ളവരിലേക്ക് ഓട്ടോമാറ്റിക്കലി ഒഴുകും. ഞങ്ങളിങ്ങനെ കുടുംബമായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കുറേ പേര് തടസ്സങ്ങളുണ്ടാവുന്നു. ഞങ്ങൾ ഇതേപോലെ കുടുംബ പ്രാർത്ഥന ഞങ്ങൾ സ്ട്രോങ് ആക്കിയിരുന്നു. 2018 കൊറോണ വന്ന സമയം മുതൽ, ഞാൻ അന്ന് അബുദാബിയിലും ഇവരിവിടെ നാട്ടിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുടുംബ പ്രാർത്ഥന സൂം മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ബോട്ടിമിലൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. ഡെയിലി ഞങ്ങൾ പ്രാർത്ഥിക്കും. അപ്പോൾ ഞങ്ങൾ ഓരോ തീരുമാനം എടുക്കുമ്പോഴും കർത്താവിനോട് ചോദിക്കും, ആലോചന ചോദിക്കും. ഇതിനു മുമ്പ് ഞങ്ങൾ പല തീരുമാനങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു ജീവിതത്തിനോട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു മിഷൻ്റെ സമയം വന്നപ്പോഴും ഞങ്ങൾ ആലോചന ചോദിച്ചു. കുടുംബ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഇൻസ്പയർ ചെയ്തു, വചനം നൽകി. ആശയ 55 വചനം ഞങ്ങൾക്ക് നൽകി. നിന്നെ അറിയാത്ത ജനതകളിലേക്ക് നിന്നെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകും, ആളുകൾ നിനക്ക് വേണ്ടി കൂടിക്കൂടും. ഇങ്ങനെയൊക്കെ പറഞ്ഞ വചനം ഞങ്ങൾക്ക് ലിറ്ററലി പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന നൽകി. പിന്നെ ഞങ്ങൾക്ക് ആരോടും ഒരു കൺഫർമേഷൻ ചോദിക്കേണ്ട കാര്യമില്ല. ഡീന, ദിസ് ഈസ് ദ റൈറ്റ് ടൈം, വി ഹാവ് ടു ഗോ. അപ്പോൾ എൻ്റെ മുമ്പിൽ കുറച്ച് തടസ്സങ്ങൾ, കുട്ടികളുടെ പഠനം, കുട്ടികളുടെ എക്സാം, അല്ലെങ്കിൽ എൻ്റെ ജോലി, ഇതൊക്കെയായിരുന്നു ഞാനൊരു 1 ഇയറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇൻ്റർനാഷണൽ ജീസസ് യൂത്തിൻ്റെ മിഷൻ ടീമിലേക്ക് എൻ്റെ അപ്ലിക്കേഷൻ ഞാൻ കൊടുത്തത്. പിന്നീട് അത് ഞങ്ങൾക്കൊരു 1 മന്ത് പോയി നിങ്ങളൊന്ന് പരിചയപ്പെട്ടിട്ട് വരാൻ പറഞ്ഞിട്ടുകൊണ്ടാണ് 1 മാസത്തേക്ക് ആക്കിയത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഈ 1 മാസത്തേക്ക് പോയില്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ ഒന്നിനേക്കാളും കൂടുതൽ ലക്ഷ്യം ഇത് തന്നെയായിരുന്നു. ഞങ്ങളുടെ മിഷനിലേക്ക് പോവുക എന്ന് മാത്രമായി ഞങ്ങളുടെ ഒരു ഡ്രീം ആ സമയത്ത്. ഓക്കെ, ശരിക്കും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ, ഇപ്പം വീട്ടിലെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഒരുപക്ഷെ നേതൃത്വം കൊടുക്കുന്നത് ബാജു ആണെങ്കിലും വീട്ടുകാരും മറ്റുള്ളവരും അയൽക്കാരൊക്കെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അമ്മമാരോടായിരിക്കും. അപ്പം ഡീനയ്ക്ക് എങ്ങനെയാണ് ഈ 4 മക്കളെയും കൊണ്ട് വിദേശ രാജ്യത്തേക്ക്, അതും ആഫ്രിക്കയിലേക്ക് മിഷന് പോകുമ്പോൾ ഈ ചുറ്റുപാട് നിന്നുണ്ടായ എതിർപ്പുകൾ, അതുപോലെ കുടുംബത്തിലെ ബന്ധുക്കളുടെ എതിർപ്പുകൾ, ഇതിനൊക്കെ നമുക്ക് മറികടക്കാൻ സാധിച്ചത് എങ്ങനെയാണ്? ഞങ്ങൾ പോകുന്ന സമയങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ ഒമിക്രോണിൻ്റെ സമയമായിരുന്നു. അപ്പോൾ ഈ ചെറിയ പിള്ളേരായിട്ട് പോകുന്നതുകൊണ്ട് കുറേ പേര് നമ്മളുടെ അടുത്ത് ഇങ്ങനെ എതിർത്ത് സംസാരിച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ആഫ്രിക്കയിലേക്ക് പോകുമ്പോൾ അതൊരു ദരിദ്ര രാജ്യമാണ്. അപ്പോൾ അവർ പറയും, നിങ്ങൾക്ക് പുറത്തേക്ക് ഇങ്ങനെ കറങ്ങാനും ഇതിനൊക്കെ പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നല്ല പ്ലേസ് ഉണ്ടല്ലോ. നമ്മൾ വിജാതീയരുടെ അടുത്ത് പറയുമ്പോൾ അവർ അത്രയ്ക്കും അക്സെപ്റ്റ് ചെയ്യില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ പറയണ്ടായിരുന്നു. പക്ഷെ നമുക്കറിയാം നമ്മളത് എന്തിനാ പോണേന്ന്. നമ്മൾ എത്രയും പറഞ്ഞാൽ അവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചാലും അവർക്കത് അത്ര അക്സെപ്റ്റ് ചെയ്യാൻ പക്ഷെ അതിനൊക്കെ മറികടക്കാനായിട്ട് സാധിച്ചു. നമുക്കറിയാം നമ്മളുടെ ജ്ഞാനസ്ഥാനത്തിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു സുവിശേഷ ദൗത്യമാണ്, നമ്മളത് നിറവേറ്റണം എന്നുള്ളത് അറിയാം. അതുകൊണ്ട് നമ്മളതിന് മുന്നിട്ട് ഇറങ്ങി. ഓക്കെ, മറ്റൊരു കാര്യം ഇതിൻ്റെ കൂടെ ചേർന്ന് ചോദിക്കാനുള്ളത്, 4 മക്കളുണ്ടായതും സിസേറിയനിലൂടെയാണ്. വീണ്ടും 5ാമത്തെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പുണ്ടായി. അതിനിടയ്ക്ക് പ്രസവം നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം മിഷന് പോയി വന്നിട്ടാണല്ലേ വീണ്ടും 5ാമത്തെ കുഞ്ഞിനെ സ്വീകരിക്കുന്നത്. അപ്പം അതിനുള്ള ഒരു വഴി തുറന്നത് എങ്ങനെയാണ്? ഈ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? 4 മക്കളായിരുന്ന സമയത്ത് ഞങ്ങൾ ഡെലിവറി സ്റ്റോപ്പ് ചെയ്തിരുന്നു. ആ സമയത്ത് ഞങ്ങളൊരു തീരുമാനം എടുത്തിരുന്നു, നമുക്കൊരു 5 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ഇനി മക്കൾ വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ തുറവിയുള്ളവരായിരിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. ഒരുപാട് എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ 2 പേരും തീരുമാനിച്ചതായിരുന്നു ഞങ്ങൾക്ക് ഇനി മക്കൾ വേണമെന്ന്. അപ്പം നമ്മൾ ഈ മിഷന് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ റീകനലൈസേഷൻ ചെയ്തു. അതിനുശേഷം നമുക്ക് 1 വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് മകൻ ഉണ്ടാവുന്നത്. മിഷൻ പോയി വന്നതിന് ശേഷം വീണ്ടും ഒരു കുഞ്ഞിനെ പോയി വന്ന ശേഷം ഞങ്ങൾ ഒരു മാസത്തേക്ക്, ആള് ഗൾഫിൽ പോയ സമയത്ത് ഞാൻ 1 മാസത്തേക്ക് അവിടെ പോയിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഇതുപോലെ മിഷൻ്റെ ഭാഗമായിട്ട് ഒരു 10-18 വീടുകളിലൊക്കെ സന്ദർശിക്കാൻ പോയി. നമ്മൾ മിഷനെ കുറിച്ച് സംസാരിക്കാനും ഒരുപാട് ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാനൊക്കെ പറ്റി.
അതിൻ്റെ ഭാഗമായി അവിടെ നിന്ന് 3-4 ഫാമിലി തന്നെ മിഷന് പോവുകയും ചെയ്തു. അതിനുശേഷം വന്ന ശേഷമായിരുന്നു മോനെ കിട്ടിയത്. ഒപ്പം ഈ ഒരു മിഷൻ യാത്രകൾ മാത്രമല്ല, കൂടുതൽ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാനുള്ള ഒരു പ്രചോദനം കൂടി മറ്റുള്ള കുടുംബങ്ങൾക്ക് നൽകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം ബാജുവിൻ്റെ ഡീനയുടെയും കുടുംബത്തിൻ്റെ കാര്യം. തിരിച്ചു ചെന്നു 2023 ഞാൻ പെട്ടെന്ന് ഇവരോട് പറയുമായിരുന്നു, ഡീന നമുക്ക് ഒരുമിച്ച് താമസിക്കാം. അപ്പം ഇവൾക്ക് ആകെ ഒരു കൺസേൺ എനിക്ക് കിട്ടുന്ന സാലറി ആയിരുന്നു. ഞാൻ പറഞ്ഞു നമുക്ക് എങ്ങനെയും കർത്താവ് നമ്മൾ വഴി നടത്തും. ഞങ്ങൾക്ക് 5 മക്കളായപ്പോഴാണ് ഞങ്ങൾക്ക് അവിടേക്ക് പോകാനുള്ള വീണ്ടും ഒരു അവസരം കിട്ടി. ഞങ്ങൾ 5 കൊല്ലത്തോളം ഡീനും ഞാനും സെപ്പറേറ്റ് ആയിട്ട്, മീൻസ് ഞാൻ അവിടെ അബുദാബിയിലും ഇവരിവിടെ നാട്ടിലുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു ജീവിതമായിരുന്നു. ഞാൻ 3 മാസമൊക്കെ വരുമ്പോൾ ഇവിടെ വരാറുണ്ടെങ്കിലും ഒരുമിച്ച് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ 5 വർഷമായിട്ട്. കാരണം ഇവിടെ ട്രീറ്റ്മെൻറ്റൊക്കെ ആയിട്ടാണ് ഇവിടെ തിരിച്ചിങ്ങോട്ട് നാട്ടിലേക്ക് വിട്ടത്. പ്ലസ് അമ്മയുടെയൊക്കെ അമ്മ മരണത്തിനോട് ബന്ധപ്പെട്ടുള്ള അമ്മയുടെ ശുശ്രൂഷയ്ക്കൊക്കെ ആയിട്ടാണ്. അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഇവളെയും കൊണ്ടുവരാമെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നടക്കാത്തൊരു കാര്യമായിരുന്നു. കാരണം ചെറിയൊരു സാലറി, 5 മക്കളുടെ ജീവിതം, അവരുടെ പഠനം, ഇതെല്ലാം കൺഫ്യൂഷനായിരുന്നു. ഞാൻ പറഞ്ഞു കർത്താവ് നമ്മളെ വഴി നടത്തിയത് കണ്ടതല്ലേ, നീ കയറി വാ. അപ്പോൾ ഇവളെപ്പോഴും വന്നിട്ട് എന്നെ പിച്ച് നോക്കും, ഇത് യാഥാർത്ഥ്യമാണോ, ഇത് സത്യമാണോ. നമ്മൾ കർത്താവ് വഴി നടത്തും. പക്ഷേ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഞങ്ങൾ കൺസേൺ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കുട്ടികളുടെ പഠനം, കുട്ടികൾ എങ്ങനെ ജീവിക്കും, ചെറിയൊരു സാലറിയാണ്, എന്തൊക്കെയായാലും ഞങ്ങൾക്ക് കർത്താവ് വഴി നടത്തുമെന്നറിയാം. ഈ മക്കളെ 4 പേരെയും ഞങ്ങൾക്ക് പഠിക്കേണ്ട അവസ്ഥകളുണ്ട്. നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്ന, എന്നാൽ മക്കളുടെ പഠനം നമുക്ക് കളയാനും പറ്റില്ല. ഞങ്ങൾക്ക് കർത്താവ് ഒരു വഴി തുറന്നു തന്നതാണ് ഹോം സ്കൂളിംഗ് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് കുറേ കൺസൾട്ടേഷൻ കിട്ടി, കുറേ അതിന് വേണ്ടിയിട്ട് ഞങ്ങളെ കർത്താവ് ഒരുക്കി. ഞങ്ങൾക്ക് തന്നെ കർത്താവ് ഇതേപോലെ തന്നെ കുടുംബ പ്രാർത്ഥനയിൽ കറക്റ്റ് ലിറ്ററലി ഞങ്ങൾക്ക് കർത്താവ് ഒരു കുടുംബ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്കൊരു മെസ്സേജ് തന്നു. ഞങ്ങൾ നിയോസ് എന്ന് പറഞ്ഞൊരു പാഠ്യപദ്ധതിയാണ് ഞങ്ങൾ 4 മക്കളെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അവർ ഭംഗിയായി 10ാം ക്ലാസ്, ഇപ്പോൾ മൂത്ത കുട്ടി ശരിക്കും 9ാം ക്ലാസ്സിലേക്ക് പഠിക്കാൻ വന്നതായിരുന്നു UAE-ൽ. അവൾക്ക് 1 കൊല്ലം സേവ് ചെയ്തിട്ട് അവൾക്ക് 14 തികഞ്ഞതുകൊണ്ട് 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതി. അതിന് 75% മാർക്കും ലഭിച്ചു. ഇപ്പോൾ അവൾ +1 ചേർന്നിരിക്കുകയാണ് അവൾ. അങ്ങനെ ദൈവം എല്ലാം മനോഹരമായിട്ട് നടത്തുമായിരുന്നു. ഈ ഒരു മിഷൻ തീഷ്ണത അവിടെ എല്ലാം ഷാർജയിലും ഞാൻ ഈ പറഞ്ഞ പോകുന്ന സ്ഥലങ്ങളിൽ ഞാനെല്ലാം അതിൻ്റെ ഒരു ഉത്തരവാദിത്വമായിരുന്നു. ഒരു മിഷൻ ടീമിനോട് ബന്ധപ്പെട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഞാനൊരു 7 വർഷമായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അനേകം കുടുംബങ്ങളിലേക്ക് ഇത് പറയുവാനും ഇതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുവാനും പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശരിക്കും ഉപയോഗിച്ചു. UAE-ലും ഒപ്പം തന്നെ ഞങ്ങൾ ഈ കാലഘട്ടത്തിൽ തന്നെ ഒമാനിലും പല ടെസ്റ്റ് മണികളായിട്ട് ഞങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുകയും കർത്താവ് ഞങ്ങൾ പല മേഖലകളിലേക്ക് കർത്താവ് ഞങ്ങൾ ഉപയോഗിച്ചു. ഞങ്ങൾ ഈ ഒരു മിഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അവിടെ ആയിരുന്നപ്പോൾ ഞങ്ങൾക്ക് ചിന്തിച്ചു, ഞങ്ങൾ ഇനി ഒരു കവനന്റ് കമ്മ്യൂണിറ്റി ആവണമെന്ന്. കുടുംബങ്ങളൊക്കെ പരസ്പരം സ്നേഹിക്കണം, പരസ്പരം അറിയണം, പരസ്പരം റിസോഴ്സുകളെ ഷെയർ ചെയ്യണം. അപ്പോൾ എനിക്ക് കർത്താവ് തന്നൊരു ചിന്തയായിരുന്നു ടിപ്സ് ഫോർ ലൈഫ്, ജീവിതത്തിന് വേണ്ട ഒരു ടിപ്സ്. അങ്ങനെ വെച്ച് ഞങ്ങൾ കുറേ കുടുംബങ്ങൾ വെച്ച് തുടങ്ങി. പരസ്പരം ഞങ്ങൾക്കുള്ള എക്സസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും പരസ്പരം പങ്കുവയ്ക്കുകയും അതിൽ നിന്ന് ചെറിയ ചെറിയ മിനിസ്ട്രികൾ ഉടലെടുക്കുകയും MSML എന്ന് പറഞ്ഞിട്ട് മ്യൂസിക്, ഞങ്ങൾ മിഷന് പോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി പാട്ട് പാടുമ്പോൾ ഒരു ഗിത്താർ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. പാട്ട് പാടാൻ എനിക്കറിയാമെങ്കിലും ഗിത്താർ വായിക്കാറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഇവിടെ നമ്മുടെ ജീവിതത്തിൽ കുറേ പിള്ളേർ മിഷൻ മ്യൂസിക്കൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്, ഇൻസ്ട്രുമെൻ്റൊക്കെ ആയിട്ട് ഇവരെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് പിള്ളേർക്ക് ഒരു 10-15 പിള്ളേർക്ക് അവിടെ ഒരു മ്യൂസിക് സപ്പോർട്ട് മിഷൻ ലേണിംഗ് MSML എന്നുള്ളൊരു മിഷൻ ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ താലന്തുകളെ കണ്ടെത്തിക്കൊണ്ട് ഡാൻസും ഇതെല്ലാം കൂടി കൂട്ടി കണക്ട് ചെയ്തിട്ട് ഒരു D4J, ഡാൻസ് ഫോർ ജീസസ്, ഇതൊക്കെ വേണ്ടി അങ്ങനെ കുറേ മിനിസ്ട്രികൾ ഡെവലപ്പ് ചെയ്യുവാനും ഇതെല്ലാം ഇപ്പോൾ റണ്ണിങ് മിനിസ്ട്രികളാണ്. ഇതെല്ലാം ഒരു ബാൻഡിലേക്കൊന്ന് കർത്താവിൻ്റെ മിഷൻ സ്വപ്നം കണ്ടുകൊണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇതേപോലെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി കർത്താവ് ഇൻസ്പിറേഷൻ ഈ ഒരു മിഷൻ തീഷ്ണതയിലെല്ലാം നടന്നു പോകുന്നു. ബാജുവിനും ഡീനയ്ക്കും 5 മക്കളാണ്. അവർക്കും ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. നമുക്ക് ആദ്യം മൂത്ത മകൾ ബെനീറ്റയോട് തന്നെ ചോദിക്കാം. ബെനീറ്റ പപ്പയുടെ അമ്മയുടെ ഒക്കെ കൂടെ ഇങ്ങനെ ഒരു മിഷൻ യാത്ര പോയി വന്നപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാൻ സാധിച്ചത്? എത്രത്തോളം നിങ്ങളെ അത് ഹെൽപ്പ് ചെയ്തു? ആദ്യമായിട്ട് തന്നെ ഞങ്ങൾ അവിടെ എത്തിയതിന് ശേഷം ഞങ്ങൾക്ക് കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാം. ഇപ്പോൾ വെള്ളമാകട്ടെ അല്ലെങ്കിൽ കറണ്ട് ആവട്ടെ, ഇപ്പോൾ അവിടെ നമ്മൾ വെള്ളം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറേ ദൂരെ പോയിട്ട് വേണം എടുക്കാൻ. അപ്പോൾ നമ്മൾ വെള്ളം ആവശ്യത്തിന് ഉപയോഗിക്കുക. കറണ്ട് ആവട്ടെ, നമ്മൾ ചിലപ്പോൾ 2-3 ദിവസം കറണ്ട് ഉണ്ടാവത്തില്ല. അപ്പോൾ കറണ്ടൊക്കെ നമ്മൾ ആവശ്യമുള്ളിടത്ത് മാത്രം ഉപയോഗിച്ച്, പിന്നെ കറണ്ട് ഇല്ലാത്ത ടൈമിൽ എമർജൻസി ലൈറ്റിൽ അല്ലെങ്കിൽ മെഴുതിരി വെളിച്ചത്തിലൊക്കെ ഇരുന്ന ടൈമുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കാൻ കൂടുതൽ സഹായിച്ചു. ഏറ്റവും ലിമിറ്റഡ് സാഹചര്യത്തിലും അല്ലേ, വളരെ പരിമിതമായ സാഹചര്യത്തിലും നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകാം, പരാതി ഇല്ലാതെയൊക്കെ ജീവിക്കാൻ പറ്റുന്ന ഒരു പരിശീലനം നമുക്ക് കിട്ടിയല്ലേ. ഒപ്പം അവിടെ പോയ ആ ഒരു ദിവസങ്ങളിൽ ശരിക്കും ഇപ്പോഴും മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കൂടുതൽ ഓർത്തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാം.
നമുക്ക് ദൈവപരിപാലനയിൽ ആശ്രയിക്കാൻ സാധിച്ചു. ഇപ്പോൾ അവിടെ പോയ ടൈമിൽ ഞങ്ങൾക്ക് അവക്കാഡോ അവിടുത്തെ മെയിൻ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അത് തിന്നുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ ദൈവത്തിനടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഒരു ആൻറ്റി വന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് അവക്കാഡോ കൊണ്ടുവരിക, ഞങ്ങൾക്ക് ഈ അവക്കാഡോടെ ഒപ്പം ഷേക്ക് അടിച്ച് കുടിക്കാൻ പാല് വേണമെന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഒരു അങ്കിള് വന്നിട്ട് നിങ്ങൾക്ക് എന്നും പാല് തരണ്ടേ. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ദൈവാനുഗ്രഹമായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചോദിക്കണതിൻ്റെ മുമ്പ് തന്നെ അവിടുന്ന് ദൈവം സാധിച്ചു തന്നു. പിന്നെ ദൈവകുർബാനയിൽ ആശ്രയിക്കാനൊക്കെ ഞങ്ങൾക്ക് സാധിച്ചു. പിന്നെ മിഷന് പോയപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങി ജീവിക്കാം. ഇപ്പോൾ പപ്പ ജോലിയില്ലാതെ വന്നേക്കണം, അപ്പോൾ നമുക്ക് കുറച്ച് പരിമിതികളുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഇപ്പോൾ ഞങ്ങൾ നടക്കാൻ പഠിച്ചു. ഇപ്പോൾ ഒരു 5-6 കിലോമീറ്റർ പള്ളിക്കായാലും അല്ലെങ്കിൽ ഒരു 5-6 കിലോമീറ്റർ എങ്കിലും വേണമെങ്കിലും നടക്കാൻ നമ്മൾ കൊന്ത ചൊല്ലി അല്ലെങ്കിൽ ഫാമിലിയായിട്ട് സംസാരിച്ച് എൻജോയ് ചെയ്ത് നടക്കാൻ സാധിച്ചു. ഇനി നമുക്ക് രണ്ടാമത്തെ ആള് ബ്ലസീറ്റയോട് ചോദിക്കാം. ബ്ലസീറ്റയ്ക്ക് എങ്ങനെയാണ് ഈ ഒരു മിഷൻ അനുഭവം, എങ്ങനെയാണ് ബ്ലസീറ്റയ്ക്ക് അനുഭവപ്പെട്ടത്? ഞങ്ങൾ മിഷന് പോകുന്ന സമയത്തായിട്ടാണ് ഞങ്ങളുടെ ആനുവൽ എക്സാമിനേഷൻ ഉണ്ടാവാറുള്ളത്. സോ ഞങ്ങളുടെ സ്കൂളിലത്തെ സിസ്റ്റേഴ്സ് ആണെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഫിസിക്കലി എക്സാം അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇയർ ഔട്ട് ആവും. ഓൾസോ ആ ടൈമിൽ ഗവൺമെൻറ് ആണെങ്കിൽ എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ അതിനു മുമ്പേ ഓൾറെഡി ഞങ്ങൾ ഉഗാണ്ടയ്ക്കുള്ള ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾക്ക് ആ ടൈമിൽ ഞങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു, ഞങ്ങൾ ഇനിയിപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഞങ്ങൾ ഈ ഒരു ഇൻറ്റൻഷൻ ഞങ്ങൾ ഡെയിലി ഹോളി മാസിലും ഫാമിലി പ്രെയറിലൊക്കെ ഞങ്ങൾ സമർപ്പിക്കാറുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഉഗാണ്ടയിൽ പോയ സമയത്തായിരുന്നു ഗവൺമെൻറ് എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്യുന്നത്. സോ അതെന്ന് പറയുമ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ച് വരുന്നതിൻ്റെ 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു എക്സാം സ്റ്റാർട്ട് ചെയ്യണ്ടായിരുന്നത്. സോ അത് ഞങ്ങൾക്ക് ഒരു വലിയ ബ്ലെസ്സിങ് ആയിട്ട് തോന്നി. ആൻഡ് ഓൾസോ ഞങ്ങൾക്ക് നന്നായി പ്രാർത്ഥിച്ച് പഠിച്ച് നല്ല കോൺഫിഡൻസോടെ എഴുതാൻ പറ്റി. നമ്മുടെ എക്സാമിന്റെ ഡേറ്റ് പോലും ദൈവം നമുക്ക് വേണ്ടി ക്രമീകരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടായല്ലേ? ഓക്കെ. ഇനി മൂന്നാമത്തെ ആള് ബെനഡിക്റ്റയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ബെനഡിക്റ്റയ്ക്ക് ഈ ഒരു മിഷൻ യാത്രയുമായി ബന്ധപ്പെട്ട് എന്ത് എക്സ്പീരിയൻസ് ആണ് ഉണ്ടായത്? ഞങ്ങൾക്ക് മിഷന് പോകാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം വിസ പ്രോസസ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് യെല്ലോ വാക്സിൻ ചെയ്യണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കേരളയിൽ തന്നെ 2 പ്ലേസിൽ മാത്രമാണ് യെല്ലോ വാക്സിൻ ഉള്ളത്. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ സെർച്ച് ചെയ്തെങ്കിലും അവിടുത്തെ സ്റ്റോക്ക് തീർന്നു. എന്നാലും ഞങ്ങളുടെ ഈശോയുടെ കൈ പിടിച്ച് ഞങ്ങൾ ധൈര്യത്തോടു കൂടെ മുന്നോട്ട് പോയി. പിന്നെ ഞങ്ങൾ സൗത്ത് ഇന്ത്യയിലൊക്കെ തിരഞ്ഞു, പക്ഷേ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഡൽഹിയിലും ബോംബെയിലൊക്കെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡൽഹിയിൽ പോകാനായിട്ട് ഡിസൈഡ് ചെയ്തതാണ്. പക്ഷെ അപ്പം തന്നെ ഞങ്ങൾക്ക് കൊച്ചിയിൽ നിന്ന് പപ്പയ്ക്ക് കോൾ വന്നു, യെല്ലോ വാക്സിൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര ഒരു ദൈവാനുഭവം തന്നെയായിരുന്നു. കാരണം 6 മാസമായിട്ട് അവിടെ യെല്ലോ വാക്സിൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു കാര്യം വന്നപ്പോൾ മാത്രം ഞങ്ങൾക്ക് യെല്ലോ വാക്സിൻ അങ്ങനെ കിട്ടി. അതുപോലെ തന്നെ മിഷന് പോകുമ്പോഴായാലും ആ വഴികളിലൊക്കെ ഈശോ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് വീടുകളിലും വില്ലേജുകളിലൊക്കെ ഞങ്ങൾക്ക് വിസിറ്റ് ചെയ്യുമ്പോഴായാലും അവരെ മീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് HIV-യും മലേറിയൊക്കെ ഉള്ള ആൾക്കാരുമാണ്. പക്ഷെ ഞങ്ങൾക്കൊരു പനി പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഞങ്ങൾ ആ പോകുന്ന ഒരു സമയം എന്ന് പറയുമ്പോൾ ഒമിക്രോണും കൊറോണയൊക്കെ ഉള്ള ഒരു സമയമായിരുന്നു. പക്ഷെ എന്നാലും ഞങ്ങൾ ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ അവിടെ മിഷൻ ചെയ്യാൻ പറ്റി. പ്രത്യേകിച്ചും എനിക്ക് ഇമ്മ്യൂണിറ്റി ഒക്കെ വളരെ കുറവായ ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ എന്നാലും കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് അവിടെ മിഷൻ ചെയ്യാൻ പറ്റി. താങ്ക് യു. ഈശോയ്ക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ ഈശോ നമുക്ക് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്ന ഒരു ഫീലിംഗ് ഉണ്ടായല്ലേ? അതെ. ഓക്കെ. ഇനി നാലാമത്തെ ആളാണ് നമ്മുടെ കൂടെയുള്ളത്, ബ്ലസ് ജോസഫ്. നമുക്ക് ബ്ലസ്സിനോട് ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു മിഷൻ യാത്ര? ഞാൻ ആഫ്രിക്കയിലെ ഉഗാണ്ട എന്ന സ്ഥലത്ത് മിഷൻ ചെയ്തപ്പോൾ
ഞങ്ങൾക്ക് എല്ലാ ദിവസം ഞങ്ങളുടെ ഇവിടെ കുർബാന ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇവിടെ ഞങ്ങൾ ഡെയിലി വിശുദ്ധ കുർബാനയും കുടുംബ പ്രാർത്ഥനയും ബൈബിൾ വായിക്കുന്നതൊന്നും മുടക്കാറുണ്ടായിരുന്നില്ല. അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് വിശുദ്ധ കുർബാന ഡെയിലി കൂടാൻ പറ്റുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് എല്ലാവരും കൂടി ഞങ്ങളുടെ രാവിലെ മഡ് റോഡിൽ കൂടെ നിന്ന് നടന്ന് അരമണിക്കൂർ വീടിന്റെ അവിടെ നിന്ന് പള്ളിക്ക് നടക്കാണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടി കൊന്ത ചൊല്ലിയിട്ടായിരുന്നു അവിടെ എത്താറുള്ളത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ 50 വർഷമായിട്ട് കുർബാന ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഡെയിലി കുർബാന ഉണ്ടായിരുന്നില്ല. വെള്ളിയും ഞായറും. ആ സമയത്ത് ഞങ്ങൾ എല്ലാ ദിവസവും കർത്താവിനോട് പ്രാർത്ഥിക്കാറുണ്ട് ഞങ്ങൾക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന ലഭിക്കണമെന്ന്. ഞങ്ങൾ മിഷന് പോയി വന്ന ശേഷം ഞങ്ങൾ ഇവിടുത്തെ അച്ഛൻ എല്ലാ ദിവസവും കുർബാന തന്നു. നമ്മുടെ ഇടവകപ്പള്ളിയിൽ തന്നെ സ്ഥിരം ഡെയിലി കുർബാന ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ? ഹാപ്പിയാണ്, സന്തോഷമാണ് അല്ലേ? ഓക്കെ. നമ്മൾ മക്കളുടെ അനുഭവങ്ങളൊക്കെ പലതും കേട്ട് അതിലൂടെ കടന്നുപോയപ്പോൾ മനസ്സിലായ ചില കാര്യങ്ങളുണ്ട്. ശരിക്കും ഈ മിഷൻ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും കുടുംബ പ്രാർത്ഥനയിലൂടെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന അതൊക്കെ ശരിക്കും അവർക്ക് ഒരുപാട് പരിശീലനം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല അവർ ഇത്ര ചെറുപ്രായത്തിൽ തന്നെ ദൈവത്തിൻ്റെ കൈ പിടിച്ച് നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവർക്ക് വളരാനൊക്കെ സഹായിച്ചത് ഈ ഒരു ഫാമിലി അന്തരീക്ഷം തന്നെയാണ്. ഒപ്പം ഈ മിഷൻ അനുഭവങ്ങളും കൂടിയാണ്. എനിക്ക് അവസാനമായിട്ട് ചോദിക്കാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, ഈശോയെ മറ്റുള്ളവർക്ക് പങ്കുവെക്കാനുള്ള ഈ ഒരു തീക്ഷ്ണത, അല്ലെങ്കിൽ ഈ ഒരു മിഷണറി തീക്ഷ്ണത, വൈദികരും സിസ്റ്റേഴ്സും മാത്രം മിഷണറിമാരെന്ന് ചിന്തിക്കാതെ ഓരോ ക്രൈസ്തവനും അല്ലെങ്കിൽ ഓരോ ക്രിസ്തീയ കുടുംബവും മിഷണറിമാരായിട്ട് ഇറങ്ങേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളം നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്നുണ്ട് ഈ പോയ സ്ഥലങ്ങളിലെ ഒരു സാഹചര്യം വെച്ച്? ഞങ്ങൾ ഈ പറഞ്ഞ ഉഗാണ്ടയിലെയും പറഞ്ഞ ഞാൻ ബാച്ചിലറായി പോയ ഹൈദരാബാദിലും ആന്ധ്രയിലൊക്കെ ഞാൻ പോയപ്പോൾ അവിടെ ഒരു മിഷൻ നീഡ് ഉണ്ടെന്നുള്ളത് ശരിക്കും ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ പഴയ തലമുറയിലൊക്കെ വെച്ച് നോക്കുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇവിടെയൊക്കെ പല മിഷണറിമാർ വന്ന് പലതും പറഞ്ഞു പഠിപ്പിച്ചു, നമുക്ക് ഈ കാറ്റീസം തന്നു. ഇതെല്ലാം ഇതേപോലെ അനുഭവിക്കാനും ആസ്വദിക്കാനും ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് ജനതകളുണ്ടെന്ന് നമ്മൾ പോയി കണ്ടപ്പോൾ മനസ്സിലായി. ഒരു മിഷൻ റിക്വയർമെൻ്റ് അവിടെയുണ്ട്. നമുക്ക് ഈസിയാണ്, നമ്മുടെ ഇടവകയിൽ പോകുന്നു, നമ്മുടെ ഭക്താഭ്യാസങ്ങൾ നടത്തുന്നു, അല്ലെങ്കിൽ നമുക്കൊരു കംഫർട്ട് സോണിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. അതും മിഷൻ തന്നെയാണ്, കുറേയും കൂടി നമുക്ക് അതിനൊരു കംഫർട്ടബിൾ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഈ ഇൻസെക്യൂരിറ്റി ഇല്ലാത്ത സമയത്തും ഇൻസെക്യൂരിറ്റി ഏരിയകളിലെല്ലാം കർത്താവിൻ്റെ ഈ ഒരു പ്രൊട്ടക്ഷനെ നമ്മൾ പ്രത്യേകിച്ച് ദൈവരുവാനിനെ ആശ്രയിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ട ഒരു ദൈവാനുഭവവും സന്തോഷവും ആത്മസംതൃപ്തിയും അത് വളരെ വലുതാണ്. അത് നമ്മൾ കണ്ടു. ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയായിരുന്നു. ഞാൻ അപ്പോസ്തല പ്രവർത്തനത്തിൽ 1:8 ഏത് ശുശ്രൂഷ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ സാധാരണ ഒരു വചനമാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, നിങ്ങൾ ജെറുസലേമിലും യൂദയായാലും സമരിയായാലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും. ഇതെല്ലാം ഞാൻ കേട്ടു പരിചയമുള്ളൊക്കെ വചനങ്ങളാണ്. അതുപോലെ മാർക്കോസ് 16, 17, 18 നിങ്ങളൊന്നും ഇതൊക്കെ നമുക്ക് ലൈവിലി നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവാനുള്ള ഏറ്റവും നല്ല അവസരമാണ്. സുവിശേഷ വചനത്തിൻ്റെയൊക്കെ സത്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ മാംസം ധരിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ലേഖനത്തിൽ പറയുന്ന പോലെ ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും കൈകൊണ്ട് സ്പർശിച്ചുമായ വചനം, ഇത് നമുക്ക് അനുഭവിക്കാൻ കിട്ടിയ ഏറ്റവും നല്ല അവസരം മിഷനായിരുന്നു. ഞങ്ങളിങ്ങനെ അവിടെ ഒരു കേവിൽ കാണാൻ പോയപ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിച്ചു, കർത്താവ് ഇവിടെ ഒന്ന് കാണാൻ എനിക്ക് സാധ്യതയുണ്ടോ? അപ്പം അന്ന് തന്നെ കാലത്ത് അവിടെയുള്ളൊരു പയ്യൻ വിളിച്ച്, ബാജി ചേട്ടാ വി ക്യാൻ ഗോ ടു സം സൈറ്റ് സീനിങ് ആൻഡ് ഓൾ. ഞങ്ങൾ പോയി. അവനെ ഞങ്ങളൊരു മലയിൽ കയറി ഇരുന്നിട്ട് നമ്മൾ ലെറ്റ്സ് ടുഗദർ വി ക്യാൻ പ്രേ. അപ്പോൾ ഞാൻ ഉഗാണ്ടൻ അവരുടെ ഇടയുണ്ട്, ഞാൻ ഇന്ത്യ. ഞങ്ങളുടെ അടുത്തുള്ളൊരു അയർലൻഡ് വന്നൊരു വൈറ്റിഷ് ഫാമിലി ഉണ്ടായിരുന്നു. സോ ഐ റിക്വസ്റ്റ് ദം ടു കം ടു ജോയിൻ അസ് എന്ന് പറഞ്ഞു. ഞങ്ങളിങ്ങനെ പാടത്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു സൈറ്റ് തരിക, ഇതാണ് ഈ വചനത്തിൻ്റെ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ ഈ ഒരു വചനത്തിന് സാക്ഷിയാകാൻ എന്നെ ഉപയോഗപ്പെടുത്തുമെന്ന്. അങ്ങനെ കർത്താവിൻ്റെ വചനത്തിനൊരു വലിയൊരു വ്യാപ്തി ഉണ്ടെന്നും അതിൻ്റെ തലങ്ങൾ ഇതൊരു വലിയ ഇതാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി തന്നത് ഈ ഒരു മിഷനാണ്. അത് അവിടെ ഒരു റിക്വയർമെൻ്റ് ഉണ്ട്.
നമ്മൾ തന്നെ പോകണം. നമ്മളീ കുടുംബങ്ങൾ, നമ്മുടെ ജീവിതങ്ങൾ, കർത്താവ് നൽകിയ ഇൻസ്പിറേഷൻ ഓരോ കുടുംബങ്ങളും ഈ ദൗത്യം ഏറ്റെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും വളരെ അധികം നമുക്ക് ഒരു നിറവ് തന്ന ഒരു എപ്പിസോഡായിരുന്നു ഇത്. ശരിക്കും ബാജുവും ഡീനയും ഒപ്പം മക്കളും അവരുടെയൊക്കെ അനുഭവങ്ങൾ പങ്കുവച്ചത് ശരിക്കും ഒരുപാട് പേർക്ക് അതൊരു പ്രചോദനമായി തീരും എന്ന് ഉറപ്പാണ്. എന്തായാലും നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളിൽ ബാജുവിനെയും ഡീനയെയും നമുക്ക് ഓർക്കാം. ഇതുപോലുള്ള ഒരുപാട് കുടുംബങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുണ്ട്. ഈ ഒരു ഈശോയെ മറ്റുള്ളവർക്ക് പങ്കുവെക്കാനുള്ള തീക്ഷ്ണതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും വേണ്ടി നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്ക് അവരെ ഓർക്കാം. തീർച്ചയായിട്ടും മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു കുടുംബത്തിൻ്റെ മിഷൻ അനുഭവങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ഗുഡ് ബൈ. വിളവധികം വേലക്കാരോ വിരളം, വിളവിൻ്റെ നാഥ വിളവെടുക്കുവാൻ. വിളവധികം വേലക്കാരോ വിരളം, വിളവിൻ്റെ നാഥ വിളവെടുക്കുവാൻ. വേലക്കാരായി അയക്കേണമേ, അഭിഷേകത്താൽ